ഈ ഷെഫ് പിള്ളയെ പരിചയപ്പെടുന്ന എങ്ങനെ? ഇനിയാണ് കഥയുടെ ആരംഭം അല്ലേ? നീ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ആവശ്യം വന്നാൽ നീ തിരിച്ചു വിളിച്ചാൽ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ ലോകത്ത് എവിടെ പോയാലും ഷെഫിനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഷെഫ് പിള്ള എന്ന വ്യക്തി സിജോ ചന്ദ്രന് തന്ന പാഠങ്ങളല്ല ഉപദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? സിജോയുടെ യാത്രയിൽ സിജോ കഷ്ടപ്പെട്ടത് പകുതിയും വീട്ടിൽ പറഞ്ഞിട്ട് പോലുമില്ല. കാരണം സിജോയെ വളർത്തിയ കഷ്ടപ്പാടുകൾ സിജോയ്ക്ക് അറിയാം എത്രമാത്രം വന്നല്ലേ. കാരണം എൻ്റെ ഒരു 9 രൂപയുള്ളൂ. ആ 1 രൂപയും കൂടെ എനിക്ക് തികഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് നടക്കാണ്ട് പോകാൻ പറ്റുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പം ഓരോ രൂപയ്ക്ക് അതിൻ്റെതായ വിലയുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തന്നെ എനിക്ക് ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളെ അതിനുശേഷം ഇന്ന് വരെ എനിക്ക് കാണാൻ പറ്റിയില്ല. കണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ അടി അടിക്കുന്നത് ഞാനായിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം പോയതിനു ശേഷം നട റൂട്ടിൽ പോയി നിന്ന് തെണ്ടിയ നമുക്ക് ഒരു ദിവസം എങ്ങനെ പോയാലും 200 രൂപ ഉണ്ടാക്കും. ജീവിക്കാനാണെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് മാർഗങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതെ, മരിക്കാനും ആയിരക്കണക്കിന് മാർഗങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് അത് നമ്മുടെ നമ്മുടെ പേര് പറയുമ്പോൾ വേറൊരാൾക്ക് അഭിമാനം തോന്നാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഈ ഷെഫ് പിള്ളയെ പരിചയപ്പെടുന്ന എങ്ങനെയാ? ഷെഫ് പിള്ളേനെ പരിചയപ്പെടുന്നത് അത് വളരെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടുന്നതാണ്. അതായത് ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ പാൻഡമിക് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, ഇപ്പോൾ ഷട്ട് ഡൗൺ ആകാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാനും ആടൻ ചെങ്കരി എന്നെ ഒരു 8.5 വർഷം എന്നെ ഈ വർക്കുകളെല്ലാം പഠിപ്പിച്ചത് പുള്ളിയാണ്. പുള്ളി എന്നോട് പറഞ്ഞു, നീ എനിക്കന്നൊരു ഇൻസ്റ്റാഗ്രാം തുടങ്ങി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഈ ഒരു കുക്കിംഗ് ചെയ്തൊരു ഫോട്ടോ ഇടാൻ പറയുന്നു. ഞാൻ ആ ഫോട്ടോ ഇടുന്നു. അതൊരു ദുബായിലുള്ള കുറേ ലേഡീസ് ബ്ലോഗേഴ്സ് കാണുന്നു. അവരപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ഇതെന്താണ്. അവർക്ക് കണ്ടിട്ടൊന്നും പിടികിട്ടിയില്ല. കാരണം അന്ന് ഇത്ര അധികം ഈ സാധനം സജീവമല്ല, ആയിട്ടില്ല. അപ്പം എന്നോട് ചോദിച്ചു ഇതെന്താണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് ഇങ്ങനെയാണ്, ഇതൊരു മോഡേൺ ഇതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അവർ സിജോ കുറച്ച് പിക്ചറും കൂടെ ഒക്കെ ആഡ് ചെയ്യുമോ, നമുക്കിതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ ഇട്ടു. അപ്പോൾ കുറേ പേരൂടെ വന്ന് ഇത് ഇട്ടു. അങ്ങനെ ഒരു ദിവസം എനിക്ക് വന്നൊരു മെസ്സേജാണ് ഷെഫ് പിള്ള എന്ന് പറയുന്നത്. എടാ സിജോ, ഇതെൻ്റെ നമ്പറാണ്, വെൻ യു ആർ ഫ്രീ ജസ്റ്റ് പ്ലീസ് കോൾ മീ എന്ന് പറഞ്ഞൊരു ഇത്. ഞാൻ കയറി വെക്കുമ്പോൾ 10-100 കേടെ എടുത്ത് ഫോളോവറുള്ള ഒരു മനുഷ്യൻ. ഞാൻ അന്നാണ് ഷെഫിനെ ആദ്യം കാണുന്നത്. അപ്പം നമുക്കന്നേരം 1000 സംതിങ് ഒരു ഇതേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത്രയും വലിയൊരാൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ട്, ഞാൻ ഓൺ ദി സ്പോട്ട്, ഞാനും യൂറോപ്പിലാണുള്ളത്, ഷെഫ് അന്നേരം അവിടെ പാൻഡമിക്കിൽ. അപ്പം എന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരാൾ. ഞാനന്ന് ഇടുന്നത് കൃത്യമായിട്ടൊന്നല്ല, ഇന്ന് രാവിലെ ഇട്ടാൽ നാളെ ഉച്ചയ്ക്ക് ഇടും, മറ്റന്നാൾ വേറൊരു സമയത്തിടും. ഇതൊക്കെ പുള്ളി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ഇടേണ്ടത്, അന്ന് ഹാഷ്ടാഗുകളൊക്കെ വർക്കാകാൻ സമയത്ത് ഏത് ഹാഷ്ടാഗുകൾ ഇടണം, എങ്ങനെയാണ് ഇത് റീച്ച് ആകുന്നത്. അങ്ങനെ ഒരു 1/4 മണിക്കൂർ എനിക്കൊരു മനുഷ്യൻ പറഞ്ഞു തരുന്നു. കാരണം അങ്ങനെ ഒരാൾക്ക് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇത്രയും പറഞ്ഞു തന്നിട്ട് അന്ന് ആ കോള് കട്ട് ചെയ്തു. ഞാൻ അവിടെ മുതൽ പുള്ളിയുടെ എല്ലാ ഇൻ്റർവ്യൂസുകളും ഇരുന്ന് കണ്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വളരെ നമ്മുടെ പോലെ തന്നെ ഒരു ജീവിത സാഹചര്യങ്ങളുടെ ഒരാൾ. അങ്ങനെ അതിനോടൊരു ആരാധനയും. അങ്ങനെ ഞാൻ നാട്ടിൽ വരുമ്പോൾ എനിക്കൊന്ന് നേരിട്ട് കാണണമെന്ന് പറയുന്നു. അങ്ങനെ പാൻഡമിക് ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡിൻ്റെ സമയത്താണ് ഞാൻ തിരിച്ചു വരുന്നത്. അങ്ങനെ വരുമ്പം ഞങ്ങൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിടാ ഞാൻ ഇങ്ങനെ ഇവിടെയാണ് കൊല്ലത്താണുള്ളത്, നമുക്ക് നേരിട്ട് കാണാം. പിന്നെ എന്നോട് വിളിച്ചിട്ട് പറയുന്നു സിജോടാ എനിക്കൊരു ഹെൽപ്പ് വേണം, കോവളം ലീല ഒന്ന് റീഓപ്പൺ ചെയ്യണം, എനിക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചാടി കയറി ഷെഫെ ഞാൻ വരാം എന്ന് പറയും. അപ്പോൾ പുള്ളി ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോലും ഉണ്ടാവും. കാരണം പുള്ളി എന്നോട് പറയും നീ വിചാരിക്കുന്നവർ അത്ര ഈസി ഒന്നുമല്ല, ഇത് 2 വർഷമായിട്ട് ക്ലോസ് ആയി കിടക്കുന്നതാണ്, അവിടെ സ്റ്റാഫില്ല, ഇത് ഈസി ആയിട്ട് തുറക്കാൻ പറ്റില്ല, ഇത് വളരെ ബുദ്ധിമുട്ടേറിയ പണിയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു എടാ ഇത് ഓൾറെഡി 2 ഷെഫുമാർ വന്നിട്ട് ഇവിടെ നിന്നിട്ട് പോയതാണ്, എനിക്കിനി കുറച്ച് ദിവസമേ ഉള്ളൂ, പക്ഷേ ഇത് നീ ഏറ്റെടുത്താൽ നിൻ്റെ ലൈഫ് ടേൺ ആകുന്ന ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഇത് വരാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷെഫെ നിങ്ങൾ എപ്പോൾ വരണമെന്ന് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു ഇപ്പം നിന്നെ ഇവിടുത്തെ GM വിളിക്കുമെന്ന് പറഞ്ഞു. GM എന്നെ വിളിച്ചു വെച്ചെന്നോട് പറഞ്ഞു മോനെ, എൻ്റെ ഇതൊക്കെ കണ്ടപ്പോഴത്തേന് വെച്ച് യങ്ങായൊരു പയ്യൻ. അപ്പോൾ എന്നോട് വെച്ചു മോനെ എന്നാ വരുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇന്ന് തന്നെ പോരാം. അപ്പോൾ ഞാനൊരു വൈകുന്നേരം വണ്ടി എടുത്ത് അവിടുന്ന് ഇറങ്ങുന്നു ഇവിടുന്ന്. അപ്പം അറിയാലോ കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രം അത്രയും നല്ല സമയം. ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരമാണ് അവിടെ എത്തുന്നത്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ വരാൻ സാറെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ അറിഞ്ഞിട്ടാണോ സിജു ഇത്ര കൂളായിട്ട് വരാമെന്ന് പറയുന്നതെന്ന് ചോദിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഓക്കെയാണ്, ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പം അവർ വൈകുന്നേരം ഈ പറയുന്ന GM-ഉം അവിടുത്തെ മെയിൻ ആൾക്കാരെല്ലാം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചെന്നിട്ടാണ് തീരുമാനിക്കേണ്ടത് ഇതെങ്ങനെയാണ് ഓപ്പൺ ആകാൻ പോകേണ്ടത്. കാരണം ഇവർക്കൊരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഇത് ഓപ്പൺ ചെയ്യണം. കാരണം അവരുടെ ഗസ്റ്റിനെ എല്ലാം ഇത് ചെയ്യാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഒരു സ്പീച്ചുണ്ട് നമ്മുടെ സ്റ്റാഫിനോട്. ആ സ്പീച്ചിൽ ഞാൻ പറഞ്ഞു എന്നെ ഇത്രയും അധികം പേര് എന്നെ വിളിച്ചിട്ട് ഇത് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കൽ പോലും നോ പറഞ്ഞില്ല. കാരണം 2009 ഈ പ്രോപ്പർട്ടിയുടെ ഗേറ്റിൽ ഞാൻ വന്ന് നിന്ന് ഒരു ജോലി ചോദിച്ചിരുന്നു. അന്ന് ആ ജോലി എനിക്ക് ഇവിടുന്ന് ഈ കമ്പനിയുടെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ട സ്ഥലത്തേക്കാണ് എന്നെ ഇന്ന് വിളിക്കുന്നത്. അത് ഞാൻ എത്ര വലിയ ബുദ്ധിമുട്ട് കയറിയതാണെങ്കിലും വരണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഞാൻ വരുന്നത്. സാർ ഇന്ന് ഇങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ അതെൻ്റെ അഹങ്കാരത്തിനാണോ അല്ലെങ്കിൽ എൻ്റെ ഇതാണോ എന്നറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു സാർ ഇന്ന് അതേ പ്രോപ്പർട്ടിയാണ് എനിക്ക് ഈ ഗേറ്റ് തുറന്നു തരുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. ഇനി ഇതെത്ര വലിയ ടാസ്ക് ആണെങ്കിലും ഞാനിതിന് ഇവിടുന്ന് തീർത്തിട്ടേ പോകുള്ളൂ എന്ന്. അങ്ങനെ ആ ഒരു വലിയ ആഗ്രഹം എൻ്റെ അവിടെ വെച്ചിട്ട് ഇനിയാണ് കഥയുടെ ആരംഭം അല്ലേ? അവിടുന്ന് പിന്നെ ഞാനൊരു 8 മാസത്തോളം ഉണ്ടായിരുന്നു ആ പ്രോപ്പർട്ടി എല്ലാം. അതായത് അവിടെ ഇട്ടേച്ച് പോയ ആൾക്കാരെല്ലാം അത് മടുത്തു പോയവരാണ്, അല്ല ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പോയവരാണ്. സിറ്റുവേഷനും അതായിരുന്നു. ഓക്കെ, അങ്ങനെ സിജോ വന്നിട്ട് പിന്നീട് അവിടെ സംഭവിച്ചത് എന്താ? പിന്നെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ കംപ്ലീറ്റ് സ്റ്റാഫിനെ റിപ്പോർട്ട് ചെയ്തു. പിന്നെ രാവും പകലും പണിയെടുക്കണമായിരുന്നു. ഞാനൊരു സെലക്ട് ചെയ്ത ആൾക്കാരെല്ലാം 10-12 മണിക്കൂർ ചെയ്തവരായിരുന്നു. അവർ ഏകദേശം 18-28 മണിക്കൂർ പണിക്ക് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഞാൻ അവരെ കൊണ്ട് മാറ്റി. കാരണം വെച്ചാൽ ഞാൻ പഠിച്ചിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആൾക്കാരുടെ സംസാരങ്ങൾ കേൾക്കുന്നയാൾ ഒക്കെയാണ്. അവിടുന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളൊരു നല്ല ലീഡറാണെങ്കിൽ ആ ലീഡർ പണിയെടുത്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും തന്നെ നമ്മൾ ഇരുന്നിട്ട് ആജ്ഞാപിച്ച് കഴിഞ്ഞാൽ അവൻ എടുക്കുന്നതിനൊരു പരിധിയുണ്ടാവും. അത് കഴിയുമ്പോൾ അവനും എടുക്കും. പക്ഷെ നമ്മൾ മുമ്പിൽ ഈ 10, 18, 20 മണിക്കൂർ ജോലി ചെയ്യുമ്പോഴത്തേനും അവൻ കൂടത്തിൽ നമ്മുടെ പണിയെടുക്കാൻ തുടങ്ങും. അപ്പം അവിടെ നിന്ന് അതെടുത്ത് 8 മാസം കൊണ്ട് ആ പ്രോപ്പർട്ടി മുഴുവൻ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കൈ കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ച് പോകുന്നത്. തിരിച്ച് പോകുമ്പോഴത്തേക്കും ഷെഫുമായിട്ട് വലിയൊരു ഹൃദയബന്ധത്തിന് ഇതായി. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ അവിടുത്തെ രവിപ്പിള്ള സാറിൻ്റെ മോൻ്റെ വെഡ്ഡിങ് ഞങ്ങൾ ചെയ്തു. അത് ഭയങ്കര ഗ്രാൻഡ് സക്സസ് ആവും. അതിൻ്റെ പ്ലാനിങ് ഒക്കെ മെയിനായിട്ട് ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ ആ ഇതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഷെഫിന് എൻ്റെ മേലെ ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയി. കാരണം അത് ഒരു അത്രയും വലിയ പ്രോപ്പർട്ടി, അത് വലിയൊരു മാരേജ് ആയിരുന്നു. അത് ഞങ്ങൾ എല്ലാവരും കൂടി നല്ല രീതിയിലാണ് അത് ചെയ്തത്. അങ്ങനെ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, എടാ ഞാനൊരു സംരംഭം. അപ്പം ഞങ്ങൾ രണ്ടുപേരും നമ്മളുടെ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇന്ന് ഈ കമ്പനിക്കുള്ളിൽ നടത്തിയ പല കാര്യങ്ങളും അന്ന് ഷെഫിൻ്റെ കയ്യിൽ 1 രൂപ ഇല്ലാണ്ടിരുന്ന് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആഗ്രഹങ്ങളാണ്. ഈ കമ്പനി ഇത്ര വലുതാകണം, 1000 സ്റ്റാഫുകൾ വേണം, നമുക്ക് കുറേ ബ്രാഞ്ചുകൾ വേണം, നമ്മൾ വലിയ ലെവലിലെത്തും. അത് ആ പുള്ളി ഒന്നും ഇല്ലാണ്ടിരുന്ന് കണ്ടതാണ്. അതിൻ്റെ കൂട്ടത്തിലിരുന്ന് സംസാരിച്ച ഒരാളാണ്. പിന്നീട് ഒരിക്കൽ ആ ഷെഫ് റിസൈൻ ചെയ്ത് ഇറങ്ങി ഇങ്ങനൊരു കമ്പനി തുടങ്ങി. ഞാൻ ആ സമയത്ത് തിരിച്ചു പോയി. ഞാൻ ചോദിച്ചു ഞാൻ കൂടെ നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് എനിക്ക് നിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലല്ല, നീ പോയി കഴിഞ്ഞ് എനിക്കൊരു ആവശ്യം വന്നാൽ നീ തിരിച്ചു വിളിച്ചാൽ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ലോകത്ത് എവിടെ പോയാലും ഷെഫിനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. പക്ഷേ 6 മാസത്തിനുള്ളിൽ പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ തിരിച്ചു വന്നു. ഇന്നീ കാണുന്ന ഒരു ജേർണിയുടെ ഇവിടെ വരെ വന്ന് നിൽക്കുന്ന അവിടെ നിന്നാണ്. അങ്ങനെ ഷെഫ് പിള്ളയുമായിട്ട് നല്ലൊരു ബോണ്ടിങ് വരും. ശരിക്കും ഒരു ചേട്ടനീ വൈബാ അല്ലേ? അതെ, സ്വന്തം ചേട്ടനെ പോലെ സ്വന്തം ചേട്ടൻ തന്നെയാണ് എന്ന് പറയാം. കാരണം വെച്ചാൽ എന്നെ എല്ലാ കാര്യത്തിലും അത്രയും നല്ല, അത് പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് എന്നുകൊണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്നത് ഒന്നിച്ച് തന്നെയാണ്, ഒരുമിച്ചാണ്. അപ്പൊ ഈ ഒരുമിച്ച് താമസിക്കുന്ന സമയത്തും ഷെഫ് പിള്ളയുടെ വളർച്ചയെല്ലാം കണ്ണുകൊണ്ട് കണ്ടൊരു വ്യക്തിയാണ് സിജോ ചന്ദ്രൻ അല്ലേ? അപ്പൊ ഈ വളർച്ചയിലെല്ലാം ഷെഫ് പിള്ള എന്ന വ്യക്തി സിജോ ചന്ദ്രൻ എന്ന പാഠങ്ങളല്ല ഉപദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? ഉപദേശം എന്നല്ല, ശരിക്കും നമുക്ക് കണ്ടുപഠിക്കാനാണ് ഉണ്ടായിട്ടുള്ളത്. എന്തോ കാര്യങ്ങൾ കണ്ടുപഠിച്ചിട്ടുണ്ട് ഷെഫിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ മീഡിയയിൽ കാണുന്ന ഷെഫ് പിള്ള ശരിക്കും കുറച്ചുകൂടെ ഹൈ വേർഷൻ എന്ന് പറയാം. പക്ഷെ ആ മനുഷ്യൻ ശരിക്കും അതിനേക്കാളും സിമ്പിളായ ഒരാളാണ്. ഓക്കെ, ജീവിതത്തിൽ ഒരു ഡിമാൻഡുകളില്ലാത്ത ആളാണ്. എനിക്ക് ഇന്ന സമയത്ത് ഭക്ഷണം വേണമെന്നോ, അല്ലെങ്കിൽ ഷെഫിൻ്റെ മാനേജർ കം ഡ്രൈവറുണ്ട്, എപ്പോഴാണോ ഭക്ഷണം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് ആ നേരത്തെ കഴിക്കുള്ളൂ. എനിക്കൊരു നേരം ഭക്ഷണം, എന്തുകൊണ്ട് എൻ്റെ ഭക്ഷണം നേരത്തായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എന്നെ ഈ നേരത്തെ പിക്കപ്പ് ചെയ്യാൻ വന്നിരുന്നു,
ഒരു ഫെസിലിറ്റീസിനും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ഒരാളാണ്. സിജോയുടെ യാത്രയിൽ സിജോ കഷ്ടപ്പെട്ടത് പകുതിയും വീട്ടിൽ പറഞ്ഞിട്ട് പോലുമില്ല. കാരണം സിജോയെ വളർത്തിയ കഷ്ടപ്പാടുകൾ സിജോയ്ക്ക് അറിയാം എത്രമാത്രം വന്നല്ലേ. അതെ, എൻ്റെ ഈ അടുത്ത കാലത്ത് എൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് എൻ്റെ അമ്മ എന്നെ വിളിച്ച് കരഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നീ ഇത്രയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് സഹിച്ചിട്ടാണോ നീ ഇതൊക്കെ മുന്നോട്ട് പോയത്? കാരണം ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ബുദ്ധിമുട്ടുകൾ മറ്റൊരാളോട് ഞാൻ പറയാറില്ല, ഇന്നും പറയാറില്ല. ഇന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ പറയുന്നതാണെങ്കിലും ഞാൻ കടന്നു വന്ന ഒരുപാട് ഇതുണ്ട്. ഞാൻ കഴിക്കാൻ ഭക്ഷണമില്ലാണ്ട് ഞാൻ നടന്നിട്ടുണ്ട്. എനിക്ക് ഒരു വണ്ടിക്കൂലിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 രൂപയുടെ വില അറിഞ്ഞിട്ടുണ്ട്. കാരണം 10 രൂപ തികച്ചായിരുന്നെങ്കിൽ എനിക്ക് നടക്കണ്ടാത്തൊരു സമയമുണ്ടായിരുന്നു. എനിക്കത് 10 രൂപ, കാരണം എൻ്റെ 9 രൂപയേ ഉള്ളൂ. ആ 1 രൂപയും കൂടെ എനിക്ക് തികഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് നടക്കാണ്ട് പോകാൻ പറ്റുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പം ഓരോ രൂപയ്ക്ക് അതിൻ്റെതായ വിലയുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തന്നെ എനിക്ക് ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യാത്രകൾ ജീവിതത്തിന് ഗുണം ചെയ്യുമോ? ഉറപ്പായിട്ടും. നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, നമ്മൾ എവിടെ ജനിച്ചു, അത് ഏത് നരകത്തിൽ ജനിച്ചു കഴിഞ്ഞാലും ഞാൻ പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും സ്ഥലങ്ങളും യാത്ര ചെയ്യാൻ പറ്റുന്ന അത്രയും സ്ഥലങ്ങളും സഞ്ചരിക്കണമെന്ന് ഞാൻ പറയുന്നത്. നമുക്ക് സഞ്ചരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഞാൻ എന്ന അഹന്ത ഇല്ലാണ്ടാവും. കാരണം നമുക്ക് ഈ ഭൂമിയിൽ ദൈവം എത്രമാത്രം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെന്നും നമ്മൾ അത്രമാത്രം ഫെസിലിറ്റീസിലാണ് ജീവിക്കുന്നതെന്നും നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യുമ്പോൾ ഇതൊന്നുമില്ലാത്ത, ഒരു കൂരയില്ലാത്ത, കഴിക്കാനില്ലാത്ത, കരണ്ടുകളില്ലാത്ത, വാഹനങ്ങളില്ലാത്ത, കുടിക്കാൻ വെള്ളങ്ങളില്ലാത്ത, അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഈ നാടുകളൊന്ന് പോയി കണ്ടാൽ മതി. ഞാൻ നോർത്തും നോർത്ത് ഈസ്റ്റും എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ കമ്പനിക്ക് വേണ്ടി. ചില സ്ഥലങ്ങളിൽ വെള്ളങ്ങൾ എത്രയോ കിലോമീറ്റർ രാജസ്ഥാനുണ്ട്. ഞാനൊരു പകൽ മൊത്തം ഞങ്ങൾക്ക് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അതായത് ഞങ്ങൾ രാജസ്ഥാനിൽ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ അന്ന് അവിടെ ഒരു കൊലപാതകം നടന്നിട്ട് കംപ്ലീറ്റ് നെറ്റ് കണക്ഷൻ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഞങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു ഉൾനാട്ടിലവിടെ ചെറിയൊരു ഇടവഴിയുള്ളൂ, അവിടെ കറണ്ടില്ല. ഞങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വഴി അറിയില്ല. അന്ന് ഞങ്ങൾ ഓടിച്ച കിലോമീറ്ററുണ്ട്. ഞാനും ഷെഫിൻ്റെ പാർട്ട്ണറും എല്ലാം കൂടെ ഒന്നിച്ചാണ് യാത്ര പോയത്. അവിടെ നിന്ന് ഞങ്ങൾ കയറി ഇറങ്ങിപ്പോയ കുറേ വഴികളുണ്ട്. അവിടെ ഇന്നും ആർക്കും ഒരു കരണ്ടോ ഒരു പത്രമോ ഇതൊന്നും 2024 25 എത്തുന്ന കാലത്തും ഇന്ന് ഇതൊന്നും ഇല്ലാത്ത നാടും കറക്റ്റായി ഭക്ഷണം കിട്ടാത്ത ഒരുപാട് നാടുകൾ നമ്മുടെ നാടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വലുതാണെന്നും ഈ യാത്രയിൽ തന്നെ ലോകത്തിന്റെ എത്രയോ വലിയ നിലയിൽ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ എത്ര സിമ്പിൾ ആണെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മളൊന്നും ഈ ലോകത്തിൽ ഒന്നുമല്ല എന്നുള്ളതും അത് മനസ്സിലാവും. അത് യാത്രകളിലൂടെ മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ആൾക്കാരുമായിട്ട് സംവദിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് പ്രായമായ ആൾക്കാരെ കിട്ടും. അവരൊക്കെ ഈ നമ്മൾ കാണിച്ചിട്ടുള്ള പല തരികടകളും തല്ലിപ്പുളുകളും ഒക്കെ കാണിച്ച് ലാസ്റ്റ് ഇതൊന്നും അല്ല, ഞാൻ ചെയ്തത് പലതും റൈറ്റ് ആയിരുന്നില്ല എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കോണിൽ മനസ്സിലാവും നമ്മൾ ചെയ്യുന്നത് പലതും ശരിയല്ല എന്നുള്ളത്. അതൊക്കെ ഒരു തിരിച്ചറിവാണ്. അതൊന്നും ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് ഇരുന്ന് കിട്ടത്തില്ല. കാരണം ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ കാണുന്നത് നിരന്തരമായി കാണുന്ന ഒരേ ആൾക്കാരാണ്, ഒരേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് കാണുന്നത്. അവർക്ക് തരാൻ പറ്റുന്ന ഒരു നോളജിന് ഒരു പരിധിയുണ്ട്. ചിലർ പറയും പൊട്ടക്കളത്തിലെ തവള എന്ന് പറയും. അത് തന്നെയാണ് അവസ്ഥ. നമ്മൾ സ്ഥിരം കാണുന്നതാണ് നമ്മുടെ ലോകം. നമ്മൾ ചിന്തിക്കുന്നത് ഇവിടം പോലെയാണ് മറ്റെല്ലായിടവും. നമ്മൾ എപ്പോഴും എനിക്ക് വളരെയധികം അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യമുണ്ട്. അത് പൊളിറ്റിക്കലി വരെ ചിലപ്പം ഒരിതുള്ളതായിരിക്കും. എല്ലാവരും എപ്പോഴും കുറ്റം പറയും നമ്മുടെ നാട് കേരളം എന്തൊരു നാടാണ്, എന്ത് പാടാണ് ഇവിടെ ജീവിക്കാനെന്ന്. ഈ നാട് കൊള്ളത്തില്ല എന്ന് പറയും. പക്ഷെ ഞാൻ ഒരിക്കലും അത് പറയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലുള്ള ലോകങ്ങളിലുള്ള പല നാടുകളും ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട് എത്രമാത്രം സ്വർഗമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സിജുവിന്റെ വീട്ടുകാരെയും സ്വന്തം വീടിന്റെ അയലോക്കത്തുള്ള കല്യാണത്തിന് പോലും ക്ഷണിച്ചിട്ടില്ല. കാരണം ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് അടുക്കളയിലാണ്. അവിടെ നിന്ന് ഇന്ന് കയറാത്ത 5 സ്റ്റാർ ഹോട്ടലുകൾ സിജു ഇല്ല. അതെ. പിന്നീട് ആ നാട്ടിൽ ആ പറങ്ങാണ്ടി പറക്കിയ 1 രൂപയ്ക്ക് ബസ്സിനില്ലാതെ ബസ്സിന് വേണ്ടി നടന്ന സിജു ഇന്ന് എത്തി നിൽക്കുന്നുണ്ടോ വീട്ടില്? ഇന്ന് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എൻ്റെ നാട്ടിൽ പോകുമ്പോൾ ഒരുപാട് എൻ്റെ നാട്ടുകാർ, എൻ്റെ കൂട്ടുകാർ ഇപ്പം റീസെൻ്റ് തന്നെ ഇപ്പം ഇടയ്ക്കൊരു വീഡിയോ കോളൊക്കെ ചെയ്യും. വീഡിയോ കോൾ ചെയ്തിട്ട് പറയും, എടാ നീ ഒന്ന് ഇവരോട് പറ, ഞാൻ നിൻ്റെ ഫ്രണ്ടാണ്, നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ് എന്നൊന്ന് പറയാൻ. അത് കിട്ടായിരുന്നൊരു സന്തോഷം ചെറുതല്ല, വേറൊന്നുമില്ല. നമുക്ക് അതാണ് ഏറ്റവും വലിയ ഏണിങ്ങുകളൊന്ന്. പിന്നെ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. 16 വർഷത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെന്നൈയിൽ
ഒരു പായ കിടന്നുറങ്ങിയവരാണ്. അന്ന് അറിയാലോ വാട്സപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള കണക്ഷനൊക്കെ പോയി. അവൻ വേറെ കരിയർ എടുത്തു പോയി. അവൻ ഇന്നലെ വിളിച്ചിട്ട് അവൻ്റെ സന്തോഷം, അവൻ എനിക്ക് അയച്ച വോയിസ് മെസ്സേജ്, അതായത് ഞാൻ അവൻ്റെ ഫ്രണ്ടാണെന്ന് പലരോടും പോയി പറഞ്ഞിട്ടും അവരാരും വിശ്വസിക്കാഞ്ഞ്, അതൊരിക്കലും അല്ല, നീ ചുമ്മാ പറയുന്നതാണെന്ന് പറഞ്ഞ് ഇന്നലെ അവന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി, എടാ ഇത് ഞാനാണ്, ബേസിലാണ്, ഞാൻ അവനെ തിരിച്ചു വിളിച്ചു. അപ്പം അവൻ പറഞ്ഞു സന്തോഷം, എടാ നീ എനിക്ക് ഒരിക്കലും എന്നെ ഓർക്കുമെന്ന് ഞാൻ കരുതിയില്ല, എൻ്റെ സന്തോഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നില്ല. അതായത് നമ്മുടെ പേര് പറയുമ്പോൾ വേറൊരാൾക്ക് അഭിമാനം തോന്നാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. സിജു, അപ്പോഴും നമുക്കുള്ള ചോദ്യം, ഒരു രൂപ പോലും കയ്യിലില്ല, ചെയ്യാത്ത പണികളുമില്ല, അവിടെ പോലും ഈ പറയുന്ന കൂട്ടുകാരും ഇല്ലായിരുന്നു, പഴയ നാട്ടുകാരില്ലായിരുന്നു, സൗഹൃദങ്ങളില്ലായിരുന്നു, അപ്പനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അപ്പോൾ പോലും സിജുവിന്റെ കഷ്ടപ്പാട് സ്വന്തം അപ്പനെ അമ്മയെ പോലും അറിയിച്ചിട്ടില്ല. കാരണം അവരുടെ കണ്ണീര് പിന്നെ കാണാൻ സിജു ആഗ്രഹിച്ചിട്ടില്ല. പിന്നീട് ഈ കൂട്ടുകാർ വരുമ്പോഴും സിജുവിനൊന്നും മറക്കത്തില്ലായിരുന്നു അവരെ, അല്ലെങ്കിൽ സിജുവിനൊന്ന് ഇനി എനിക്കൊരു വിഷമഘട്ടം വന്നപ്പോൾ ഇല്ലാത്തവരെ എന്തിനോർത്തോ എന്നൊരു ചോദ്യത്തിന് എന്തുത്തരം തരും? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ സിജോ ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരെയും പോലും ഒരു നോർമൽ ഒരാളായി തന്നെ മാറിപ്പോകും അല്ലേ. കൂടുതൽ ലോകത്തിലെന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ ചെയ്യുക, വന്ന വഴി മറക്കും. വന്നെങ്കിൽ വന്ന വഴി അവർ മറക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലില്ലായിരുന്ന ആൾക്കാരെ നമ്മൾ ഓക്കെ ഇവരെൻ്റെ കൂടെ ഇല്ലായിരുന്നു എന്ന് വിചാരിച്ച് അവരെ അവഗണിക്കാൻ പറ്റും. അവിടെയും നല്ല സിജോ ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത്, ഞാൻ കഷ്ടപ്പെട്ടത് മറ്റുള്ളവർ എൻ്റെ കൂടെ ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയുമായിരുന്നു, ഈ ഒരു ചിന്തയല്ലായിരുന്നോ? അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മളെ ഒരിടത്ത് അവഗണിച്ചിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ ശരിക്കും ഒരു വിധത്തിൽ സഹായിക്കുകയാണ് ചെയ്തേക്കുന്നത്. സഹായിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും. കാരണം അതൊരു പോസിറ്റീവായിട്ട് എടുത്ത് നോക്കിക്ക്. അവൻ അന്ന് അവഗണിച്ചിട്ടില്ലായിരുന്നു, ഈ വാശിയൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. നമ്മളെ എന്താ പറയുക, മാറ്റി നിർത്തിയിട്ടുള്ളവരോടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി, എല്ലാ മനുഷ്യരുടെയും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ദിവസം റിവെഞ്ച് തന്നെയാണ് അല്ലെ. അവരുടെയൊക്കെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാൻ നിന്ന് കാണിക്കണം എന്നൊരു സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടാണ്, ഒരു തീ ഉണ്ടായിട്ടാണ്. ആ തീ ഉണ്ടാകാൻ ആരെങ്കിലും ഒക്കെ കാരണമാണല്ലോ. അപ്പം അവരുടെ ആ ഒരു അവഗണിക്കാൻ തോന്നിയതൊക്കെയാണല്ലോ ഇന്ന് നമ്മൾ ആക്കി നിർത്തിയേക്കുന്നത്. അപ്പോൾ ഒരു വിധത്തിൽ ഞാനെപ്പോഴും ചിന്തിക്കുന്ന അവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതൊരു സഹായമായിട്ടാണ് ഞാൻ കാണുന്നത്. അന്ന് തള്ളിപ്പറഞ്ഞവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നന്ദി മാത്രമാണോ പറയാനുള്ളത്? ഞാൻ അങ്ങനെ നന്ദി കാണിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിലൊരു ചേട്ടൻ അതായത് നിങ്ങൾക്കറിയാം, സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സങ്കടങ്ങൾ വരുന്നത് എവിടെയാണ്? നമ്മൾ സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും വലിയ അപകടങ്ങൾ നടക്കുന്ന സ്ഥലം എവിടെയാണ്? അവഗണിക്കാൻ പഠിപ്പിക്കാൻ ചെയ്യുന്നത് അത് സ്കൂൾ തന്നെയാണ്. കാരണം ഇത് കാണുന്നതിൽ ടീച്ചർമാർ സാറുമാരൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊരു സത്യസന്ധമായ ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ എല്ലാവരും അപകടം നേരിട്ടിട്ടില്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്ന്. ഏറ്റവും ആദ്യം എൻ്റെ സ്കൂളുകളിൽ എഴുന്നേറ്റ് നിൻ്റെ വീട്ടിൽ ആരുടെയൊക്കെ വീട്ടിൽ TV ഉണ്ട്? ആ ക്വസ്റ്റ്യൻ ഒരു സ്കൂളിൽ നിന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ അകത്ത് ഇല്ലാത്തവനുണ്ടാവും, ഉണ്ടാകാത്തവനുണ്ടാകാം. അവിടെ ആദ്യമായിട്ട് കാണിക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനെയും കാണിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? നിങ്ങൾ പറ. തീർച്ചയായിട്ടും. പഠിക്കുന്നവനും പഠിക്കാത്തവനും തമ്മിൽ ഒരു 2 വേർതിരിവുണ്ട് ഇല്ലേ? ഉണ്ട്. ലോകത്തിൽ ആദ്യത്തെ വേർതിരിവുകൾ തുടങ്ങുന്ന എവിടെ? അവിടെ നിന്നല്ലേ. അത് മുതൽ ഇടുന്ന ഡ്രസ്സിനും ഇടുന്ന കളറിനുമുള്ളത് വിവേചനങ്ങൾ തുടങ്ങുന്ന എവിടുന്നാണ്? സ്കൂളുകളിൽ നിന്നാണ്. ഒരു വീടുകളിൽ നിന്നും അല്ല ഇതൊന്നും തുടങ്ങുന്നത്. ഏറ്റവും ആദ്യത്തെ വിവേചനങ്ങൾ ഒരു സ്കൂളിൽ മാർക്ക് വിളിച്ചു പറഞ്ഞിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരുത്തൻ ഒരുത്തൻ കൊള്ളുന്നവനാണെന്ന് ആരാണ് ഏറ്റവും ആദ്യം തീരുമാനിക്കപ്പെടുന്നത്? എവിടുന്നാണ്? സ്കൂളുകളിൽ നിന്നാണ്. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് കാലഘട്ടം എത്ര പിന്നിട്ടാലും എത്ര പ്രായമായാലും മുറിവാണോ അത്? ഉറപ്പായിട്ടും അത് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും. നമ്മൾ എന്നെ നല്ലതാക്കിയതും ഇതിനൊരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ വൈഫിനോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ മക്കൾ ഒരിക്കലും ഇവൻ കൊള്ളരുതാത്തവനാണ്, ഇവൻ തല്ലിപ്പൊളിയാണ്, അലമ്പാണെന്ന് ഒരിക്കലും പറയരുത് എന്ന്. അതിന് കാരണം ഞാൻ എൻ്റെ ലൈഫ് തന്നെയാണ്. എൻ്റെ നാട്ടിൽ എപ്പോഴും എൻ്റെ അമ്മയും അച്ഛനും പറയും, നാട്ടുകാരും പറയും, സിജോ നല്ല പയ്യനാണ് എന്ന് പറയും. അതെനിക്കൊരു ബാധ്യതയായി. ഞാൻ നല്ലവനായേ പറ്റുള്ളൂ. കാരണം എൻ്റെ നാട്ടുകാരും വീട്ടുകാരെല്ലാം പറയും നല്ലവനാണെന്ന്. പിന്നെ നല്ലവനായിട്ടെങ്കിലും നമ്മൾ പോയിക്കൊണ്ട് ഓക്കെ ആ നല്ലതിനെ കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു തുടങ്ങും. നിരന്തരമായി ഇവൻ തല്ലിപ്പൊളിയാണെന്ന് പറയുന്നവൻ പിന്നെ ചിന്തിക്കും, ഞാൻ ഓൾറെഡി തല്ലിപ്പൊളിയാണ്. അവൻ പിന്നെ കൂടുതലും തല്ലിപ്പൊളിയാകുന്നതും തല്ലിപ്പൊളിയിലോട്ട് തന്നെ പോകുള്ളൂ. അതങ്ങനെ അതിന് ചാൻസസ് ഉള്ളൂ.
നിങ്ങൾ അല്ലെങ്കിൽ ആരോടും പറഞ്ഞു നിങ്ങൾ ഏറ്റവും കഴിവുള്ളവനാണെന്ന് നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് നിങ്ങൾ നിരന്തരമായി പറഞ്ഞു നിങ്ങൾ വൺ ഓഫ് ദ ബെസ്റ്റ് എംപ്ലോയി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേനും അവൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല ജോബ് ചെയ്തു തുടങ്ങും. അതെ, അതായത് ഒരു വേടിന് ഒരാളെ ജീവിപ്പിക്കാനും ഒരാളെ ഇല്ലാണ്ടാക്കാനും പറ്റും. അത്രയും മൂർച്ചയുള്ള ഒരു സാധനമാണ് വാക്ക്. സിജോ ഇപ്പം വരുന്ന ലൈഫിൽ കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ടുണ്ട്, ഫാമിലിക്കും അറിയാം. വിവാഹം കഴിച്ചതിന് ശേഷം ഭാര്യയോട് ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഭാര്യയോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഇത്രയധികം സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരുമ്പം ഓൾറെഡി ഞാൻ ഈ ഒരു ലെവലിലേക്ക് വന്നൊരു ആളാണ്. പിന്നെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ഇത്രയും വലിയൊരു സ്റ്റോറി അറിയാം. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നടന്നിട്ടുണ്ട്. ഞാൻ മാരേജിന് ശേഷവും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാം. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഡെപ്തിലേക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്ന് പറയേണ്ട ഒരു അങ്ങനെ ഒരു സ്റ്റോറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിനങ്ങനെ ഒരു അതെന്താ പറയുക, ഈ ഒരു ലെവലിൽ എത്തിയിട്ടും ഇങ്ങനെ സിമ്പിളായിട്ട് ഇത്രയും പറഞ്ഞ കഥകൾ കേൾക്കുന്നവർക്കൊരു ഞെട്ടല. അതിനെ ഒരു നിസ്സാര കഥയാക്കി പറയാൻ എങ്ങനെ സാധിക്കുന്നു? കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംഭവിച്ചതിലെല്ലാം സന്തോഷവാനാണ്. എല്ലാ കാര്യത്തിലും സന്തോഷവാനാണ്, എല്ലാം സന്തോഷവാനാണ്. തള്ളി പറഞ്ഞവരുടെ മുമ്പിൽ വരെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന സിജോ ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ സൃഷ്ടിച്ചത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമാണ്, എല്ലാ സംഭവങ്ങളാണ്. അതിലൊന്നും ഞാൻ പത്രം ഇട്ടതിലോ ഞാൻ ചെയ്ത ജോലികളിലോ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിലോ ഒന്നും ഞാൻ സങ്കടപ്പെടുന്നില്ല. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ആളെ ഇന്നും സാധാരണക്കാരെ ആയ ഒരു അല്ലെങ്കിലും ആരാലും അറിയപ്പെടാത്തൊരു സാധാ സിജോ മാത്രമായിട്ട് എവിടെയെങ്കിലും ഉണ്ടായേനെ. എന്തുകൊണ്ടാണ് എന്നെ തോൽപ്പിക്കാൻ പറ്റാത്തത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്നെ അത്ര എളുപ്പമൊന്നുമല്ല എന്നെ തോൽപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാളും ചെയ്ത് മടുക്കും, തീർച്ചയായിട്ടും എന്തും ചെയ്ത് മടുക്കും. പക്ഷെ എനിക്ക് മടുപ്പില്ലാത്തത്രയും കാലം നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ശാരീരികമായിട്ട് എന്തെങ്കിലും ഇത് വന്നു പോകണം. അതല്ലാണ്ട് ഇനി ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. മാനസികമായിട്ട് എന്നെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. സത്യം. സിജോ, ഇന്ന് ഒരുപാട് ചെറുപ്പക്കാര് എന്തെങ്കിലും ചെറിയ വിഷമം വന്നാലും അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ നിരാശപ്പെട്ടു പോയാലും ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. സിജോയുടെ ഒക്കെ കഥ കേൾക്കുമ്പോൾ എന്നേ മരിക്കേണ്ടതല്ലേ? അതെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരോട് എന്തുവാ പറയാനുള്ളത്? പറയാം. ഞാനൊരു കഴിഞ്ഞ ദിവസം റീസെൻ്റ്ലി ഉണ്ടായൊരു സംഭവം. ഒരു പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിയുടെ ബിസിനസ്സിൽ കുറേ നഷ്ടം വന്ന് എന്നോട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ കടലിൽ ചാടി എന്ന് പറഞ്ഞു പുള്ളിയോട്. ഞാൻ പുള്ളിയോട് എനിക്ക് അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ അതിനുശേഷം ഇന്ന് വരെ എനിക്ക് കാണാൻ പറ്റിയില്ല. കണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ അടി അടിക്കുന്നത് ഞാനായിരിക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് 2 മക്കളുണ്ട്, ഒരു ഭാര്യയുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തിനെ കണ്ടിട്ടാണ് ആ പെണ്ണ് കല്യാണം കഴിക്കാൻ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെ? എന്നെ ഇവൻ നോക്കും എന്നൊരു ധാരണ. 2 മക്കളുണ്ടായേക്കുന്ന ഈ അപ്പനുണ്ടാവുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം പോയതിന് ശേഷം നടുറോട്ടിൽ പോയി നിന്ന് തെണ്ടിയ നമുക്ക് ഒരു ദിവസം എങ്ങനെ പോയാലും 200 രൂപ ഉണ്ടാക്കാൻ പറ്റില്ലേ? പറ്റും. തെണ്ടിയ 200 രൂപ നമുക്ക് എങ്ങനെ പോയാലും ഉണ്ടാക്കാൻ പറ്റും. 200 രൂപ ഉണ്ടെങ്കിൽ എന്തായാലും ഇന്ന് കേരളത്തിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റും. അത്രയും ഓപ്പർച്യൂണിറ്റി നമ്മുടെ കേരളത്തിലുണ്ട്. തെണ്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എടപ്പള്ളി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. അവിടെ പിന്നെ നമ്മുടെ ഗ്ലാസ്സിൽ വെള്ളം ഇതും കൊണ്ട് ചീറ്റിച്ചിട്ട് ഒരു സാധനം വൈപ്പ് ചെയ്തിട്ട് നമ്മളോട് അവർ 5-10 കിട്ടുന്നവർ മേടിക്കുന്നുണ്ട്. ഒരു സോപ്പ് മേടിച്ചിട്ട് ഒരു 10-20 രൂപയുടെ ഒരു സോപ്പിനുള്ള പൈസ ആരായാലും എന്തെങ്കിലും കൊടുക്കുമല്ലോ. ഒരു കുപ്പിക്കകത്തിട്ട് കുലുക്കിയിട്ട് ഒരു വണ്ടിയുടെ ഗ്ലാസ്സിന് ഒഴിച്ച് വെച്ച് തുടച്ചു കഴിഞ്ഞാൽ എന്തായാലും 4 പേരെ നോക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആത്മഹത്യ ഉണ്ടായിരുന്നു? ജീവിക്കാനാണെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മരിക്കാനും ആയിരക്കണക്കിന് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് അത് നമ്മുടെ ചോയ്സ്. ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു ഘടകമാണ്. ഉറപ്പായിട്ടും ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് 100% നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതെപ്പോഴും റൈറ്റ് ആകണമെന്ന് നിർബന്ധമില്ല ഏത് കാര്യത്തിലും. പക്ഷെ എവിടെയാണ് അതെന്ന് ചോദിച്ചാൽ നമുക്ക് തെറ്റായി പോയി എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റൈറ്റ് ആക്കാനുള്ള ഇതും കൂടെ നമ്മൾ കണ്ടെത്തണം. അത് ലൈഫ് നമ്മുടെ ഓരോ കാര്യങ്ങളും ചോയ്സ് അല്ലേ, നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് അത് അപേക്ഷിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് സിജോ ചന്ദ്രൻ ഇന്റർവ്യൂ കാണുന്ന
ഒരുപാട് കുട്ടികൾ ഷെഫ് ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. ഇത്ര എക്സ്പീരിയൻസ് വെച്ച് സിജോ ചന്ദ്രന് പറയാനുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയായിരിക്കും അവരോട്? ഒരു നല്ല ഷെഫ് ആകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം? ഒരു നല്ല ഷെഫാണെങ്കിൽ ഞാൻ പറയുന്നത് ആഗ്രഹങ്ങളെ അടക്കാനുള്ള കഴിവുണ്ടാകണം, ക്ഷമയുണ്ടാകണം. ക്ഷമ മസ്റ്റാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ ഒതുക്കി പിടിക്കാൻ പറ്റണം. നമ്മുടെ കൂട്ടുകാരെ മൂവീസും പാർട്ടികളും ട്രാവലിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും എനിക്ക് പറ്റത്തില്ല, പക്ഷെ എനിക്കിതൊരു ദിവസം വരും, ആ ദിവസം എനിക്ക് വരും, അതിനെ അടക്കി വെക്കാനാണ് പറയുന്നത്, ഉപേക്ഷിക്കാൻ ഞാൻ പറയുന്നില്ല. ഇതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം നമുക്ക് വരും, പക്ഷെ അത് കുറേ കാലത്തേക്ക് അടക്കി വെക്കേണ്ടി വരും. ആശയെ അടക്കി വെക്കാൻ പറ്റുക, കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുണ്ടാവുക, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും സക്സസ്ഫുൾ ആയൊരു പേഴ്സണായി മാറാൻ പറ്റും. ഇത്ര ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞ സിജോ ചന്ദ്രൻ്റെ ഒരു ഡെയിലി ഡേ ഞങ്ങൾക്കൊന്ന് അറിയണം. രാവിലെ എഴുന്നേക്കുന്ന മുതൽ വൈകിട്ട് വരെ ഉള്ള ദിവസം ഒന്ന് പറയാം. രാവിലെ 8 മണിക്ക് കൃത്യമായിട്ട് എണീക്കും. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ശീലമാണ്. നമ്മൾ എഴുന്നേറ്റ് നേരെ നമ്മൾ പേസ്റ്റ് എടുക്കുക, നേരെ നമുക്ക് വീടിന് മുമ്പിൽ തോടായിരുന്നു, അപ്പോൾ നേരെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ തോടിൻ്റെ അവിടെ പോകുന്നു, പല്ല് തേക്കുന്നു, ഡയറക്റ്റ് ആ തോട്ടിൽ തന്നെ കുളിക്കുന്നു, നമ്മൾ കയറി വന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്. അത് അന്ന് എൻ്റെ അച്ഛനിൽ നിന്ന് പഠിച്ച കാര്യം ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ എണീറ്റാൽ ആദ്യം എൻ്റെ ബാത്റൂമിൽ കയറും, പല്ല് തേക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പിന്നെ വരും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഓപ്ഷനാണ്. അത് ഡിപ്പെൻസ് ഓൺ മീറ്റിങ്ങുകൾക്കനുസരിച്ച്. അതായത് കുറച്ച് ദൂരം അധികം പോകേണ്ടതാണെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് മേടിക്കാനോ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് വരുത്താനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8:30 മുതൽ ഞാൻ ഓൾറെഡി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8:30 ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഓർക്കും, എനിക്ക് വന്നിട്ടുള്ള അത്രയും മെയിൽസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 9 o'clock ഒക്കെ ആകുമ്പോഴത്തേനും മെയിൽസ് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 9-9:30 മുതൽ മീറ്റിങ്സുകളൊക്കെ ഉള്ളതുകളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. ആ മീറ്റിങ്സുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെല്ലാം അതിപ്പം ഇപ്പോഴത്തെ ജോബ് ആകുമ്പം ഇപ്പോൾ കൊച്ചിയിലുള്ളതാണെങ്കിൽ കൊച്ചിയിൽ മീറ്റ് ചെയ്യേണ്ട അത്രയും മീറ്റിങ്സ് ഞാൻ എത്ര ദിവസമാണോ ഉള്ളത് അത്രയും ദിവസത്തിൽ മുഴുവൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അത് തീരുന്നത് മിക്കതും രാത്രി 10 o'clock, 11 o'clock, 12 o'clock, 1 o'clock ഒക്കെ ആവും. അപ്പം അതിന് അവർ ഈ മീറ്റിംഗ് എടുക്കുന്നത് ചിലപ്പം ഇൻവെസ്റ്റേഴ്സ് ആയാലും അല്ലെങ്കിൽ അവർ ആ സമയത്തനുസരിച്ച് വരും. ഓരോരുത്തർക്കും ഉണ്ടാവും. രാത്രി 7 മണിക്ക് തുടങ്ങുന്ന മീറ്റിംഗ്സ് ഉണ്ടാവും. അത് തീരുമ്പോൾ തന്നെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മീറ്റിംഗ് ആയിട്ടല്ലായിരിക്കും, കൂടുതലും എല്ലാം വെച്ചാൽ ബന്ധങ്ങളുടെ പുറത്തുള്ളതാണ്. അപ്പം നമ്മൾ അത് മാത്രമായിരിക്കില്ല സംസാരിക്കും, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ഫ്യൂച്ചറിനെ സംസാരിക്കും. അപ്പം അത് 2, 3, 4 ഒക്കെ മണിക്കൂറുകൾ പോകുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ തീരുമ്പോൾ ചിലപ്പോൾ കൂടുതലും ഞാൻ 11 o'clock 11:30 ശേഷമാണ് ഞാൻ ഫ്രീ ആകാറ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ടൈം അപ്പോൾ ഞാൻ വരും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ജിമ്മിൽ പോകും. കാരണം നമ്മുടെ ഫ്ലാറ്റിൽ ജിമ്മുള്ളപ്പോൾ ജിമ്മിൽ പോകും. ഇതിന് ശേഷം ഞാൻ തന്നെയാണ് എൻ്റെ ഡ്രസ്സുകളെല്ലാം അലക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഇന്നും അതെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. ഡ്രസ്സ് അലക്കാൻ കൊടുത്താൽ വാഷിംഗ് മെഷീനിൽ ഞാൻ ഇടത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സിനോടുള്ള എൻ്റെ ആഗ്രഹം അത്രയാണ്. ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ അടുപ്പിച്ചൊരു 3-4 ജോണി ഇട്ടുമ്പോഴത്തേനും പിന്നെ അതിൻ്റെ പെട്ടെന്നത് പോകും. അലക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് ഞാൻ തന്നെ അതിനെ ഇരുന്ന് വാഷ് ചെയ്യും. ഇപ്പോഴും ഞാൻ തന്നെ വാഷ് ചെയ്ത് ഞാൻ തന്നെ ഇത് ചെയ്യും. അയൺ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നൈറ്റ് 2 o'clock കൂടിയാണ് ഞാൻ എൻ്റെ ഷൂട്ടിംഗ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുക. അതെങ്ങനെ അറിയാമല്ലോ, ഈ ഒരു മോഡൽ ഇതായിട്ട് ഒറ്റയ്ക്ക് എടുക്കുന്നത് കൊണ്ടും എല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-2.5 hours എങ്ങനെ പോയാലും ഷൂട്ട് ചെയ്യാൻ ക്യാമറമാൻ ഒന്നും ഇല്ല. ഞാൻ തന്നെയാണ് എല്ലാം എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഷോട്ട് തീരുമാനിക്കുന്നതും അതെങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. അപ്പം ഞാനൊരു 4-4:30 ഒക്കെ ആകുമ്പോഴത്തേനും ഷൂട്ടിംഗ് കഴിയും. പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് എഡിറ്റിംഗ് ഒക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് തീരും. എഡിറ്ററും ഞാനാ. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് എൻ്റെ ഒരു ഗുരു എന്നൊക്കെ വേണമെങ്കിൽ, പുള്ളിക്കാരനൊക്കെ എൻ്റെ ഒരു ഗുരു എന്ന് വേണമെങ്കിൽ, ഡയറക്ടർ, എഡിറ്റർ, ക്യാമറ മൊത്തം. അപ്പം അത് എല്ലാം കഴിഞ്ഞ് ഒരു 5 o'clock ഒക്കെ കിടക്കും. പിറ്റേ ദിവസം കൃത്യം 8 o'clock ഞാൻ എണീക്കും. പക്ഷേ ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നൊരു ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഞാൻ ഷൂട്ടിങ് ബാക്കിയുള്ള പരിപാടി ഉണ്ടാവില്ല. ഒരു 1 o'clock ഒക്കെ ആകുമ്പോഴത്തേനും ഞാൻ ആ ഒരു ദിവസം കിടക്കും. 1-1:30 o'clock. ഇപ്പോൾ 2 to 6. അപ്പോൾ ഒരു ദിവസം എനിക്ക് 6 hours ഉറങ്ങാൻ പറ്റും. ഒരു ദിവസം കുറച്ചുറങ്ങും. എൻ്റെ സിജോ മച്ചാനെ, ഞങ്ങൾക്ക് ഇതേ തരാനുള്ളൂ സമ്മാനം കേട്ടോ. താങ്ക് യു.